നമ്മൾ ബൽറാം അവിടെയുണ്ട്. ബൽറാമിന് പക്ഷേ ഈ ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ബൽറാം നിൽക്കുന്ന മേഖല എവിടെയാണ്? ഈ കാണുന്നത് ഷെല്ലിങ്ങിൻ്റെ വീടുകളിൽ ഭിത്തികളിൽ ഷെല്ലിങ്ങിൻ്റെ ബാക്കിയാണോ? ഈ ചിത്രങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ ആരെങ്കിലും പറയുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് പുൽവാമയിലാണ്. പുൽവാമയിലെ പാംപോറിൽ ഒരു വിമാനം തകർന്നു വീണിരിക്കുന്നു ഈ ഓപ്പറേഷനിടെ എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ വിമാനമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കനത്ത പോലീസും അർദ്ധസൈനികരെയും വിന്യസിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. മറിച്ച് ഈ മേഖല ഈ വീണ വിമാനം ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതർ ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് വിമാനമായ JF-17 വിമാനമാണ് തകർന്നു വീണത് എന്നുള്ളതാണ് പുറത്തുവന്ന പ്രാഥമികമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ആ മേഖലയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പരിശോധന നടത്തുന്ന അധികൃതർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മേഖലയിലെ വീടുകളോട് ചേർന്നാണ് ഇത് താഴ്ന്ന് ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്താണ് തകർന്ന് വീണ് കിടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സമീപത്തുള്ള ഒരു മസ്ജിദിന്റെ മുകൾ ഭാഗത്ത് നേരിയ തോതിൽ സ്പർശിച്ചുകൊണ്ടാണ് ഇത് സമീപത്തുള്ള സ്കൂളിലേക്ക് സമീപത്തേക്ക് തകർന്നു വീണിരിക്കുന്നത്. നേരത്തെ 10 മണിക്ക് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. എങ്കിൽ കൂടിയും പാകിസ്ഥാന്റെ JF-17 എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വജ്രായുധങ്ങളിൽ ഒന്നാണ്. ചൈന കൊടുത്ത ഈ പറയുന്ന 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലൊക്കെ ഘടിപ്പിച്ച് വിടാൻ കഴിയുന്ന ഒന്നാണ്. അത് നമ്മുടെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ കൂടുതൽ സ്ഥിരീകരണം 10 മണിക്ക് അറിയാമെങ്കിലും ബൽറാം ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ചില നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് വ്യോമാതിർത്തി കടന്നു കയറാനുള്ള നീക്കത്തെ ഇന്ത്യ പ്രതിരോധിക്കുകയും അതിനെ വെടിവെച്ചിടുകയും ചെയ്തു. അതിലെ പൈലറ്റിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, അയാൾ എവിടെയാണ് എന്നറിയില്ല. അത്തരം വിവരങ്ങൾ വരുന്നുണ്ട്. അയാളെ പിടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഔദ്യോഗികമായി പറയേണ്ട കാര്യങ്ങളാണ്. കിട്ടുന്ന വിവരങ്ങൾ ഇപ്പൊ പ്രദേശവാസികൾ ചില കാര്യങ്ങൾ പറയുമല്ലോ ബൽറാം. ഹാഷ്മി വിജയകുമാർ, ഈ നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്ന ഘട്ടത്തിൽ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനവും കൃത്യമായി തന്നെ സന്നദ്ധമാക്കി വെച്ചിരുന്നു. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായേക്കാം. അത്തരത്തിലൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് ഈ ഓപ്പറേഷൻ നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് സംശയിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും അത്യാധുനിക വിമാനം, ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള ഏറ്റവും അത്യാധുനിക വിമാനമായ JF-17, അതായത് F-16 ശേഷം പാകിസ്ഥാന്റെ കൈവശം എത്തിയ വിമാനമാണ്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച വിമാനമാണ്. ഏറ്റവും പ്രഹരശേഷിയുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന, പാകിസ്ഥാന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധം ആയി അവകാശപ്പെടുന്ന ഒരു വിമാനമാണ്, ഫൈറ്റർ ജെറ്റ് വിമാനമാണ് JF-17. ആ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്നും ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരണങ്ങൾ ഒന്നും തന്നെ, ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇത് അധികൃതർ, സൈന്യം തന്നെയാണ് പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകേണ്ടത്. ഇതിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിമാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിന്നും പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനു മുമ്പായി തന്നെ വിമാനം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നു. എങ്കിൽ പോലും പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ പരിശോധിച്ച പൈലറ്റ് ഇരിക്കുന്ന ഭാഗം ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ തകർന്നു വീണവയിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പൈലറ്റിനെ സമീപത്ത് മൃതദേഹം കണ്ടെത്തിയതായോ മറ്റോ നാട്ടുകാരും തന്നെ ഇതുവരെ അത്തരത്തിലുള്ള സ്ഥിരീകരണമൊന്നും നൽകുന്നില്ല. എന്ത് സംഭവിച്ചു പൈലറ്റിന് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഈ കാര്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അധികൃതർ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും ഈ മേഖലയിൽ എത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ റോഡിന് ഇരുവശവും ഒരുക്കിയിരിക്കുന്നു. ഇപ്പോഴും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ കള്ളങ്ങൾ, പാകിസ്ഥാന്റെ വ്യാജങ്ങൾ തുടരുന്നു. അവരുടെ ഈ സൈബർ കടന്നലുകൾ എന്ന് പറയുന്ന കൂട്ടം പറയുന്ന വ്യാജം മാത്രമല്ല, പാകിസ്ഥാന്റെ അവരുടെ വക്താവ് CNN കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ 3 ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു വന്ന പച്ചക്കള്ളം ഇന്റർനാഷണലി പ്രചരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ കടന്നു കയറി അവരുടെ JF-17 ആണെങ്കിൽ അവരുടെ ഏറ്റവും ടോപ്പ് വിമാനങ്ങൾ ഒന്നാകട്ടെ ബൽറാം,
JF-17 വെടിവെച്ചിട്ടതിന്റെ ജാള്യം മറയ്ക്കാൻ ഇവിടെ വ്യാജങ്ങൾ, കള്ളങ്ങൾ അടിച്ചിറക്കുക അവിടെ പ്രൊപ്പഗണ്ട മെഷീൻ. ബൽറാം, പറ്റുമെങ്കിൽ ഒരെണ്ണത്തിന്റെയെങ്കിലും ഒരു വിഷ്വൽ കാണിക്കട്ടെ, നമ്മൾ കാണിക്കുന്ന പോലെ അല്ലേ? അതെ. തീർച്ചയായും ഹഷ്മി വിജയകുമാർ, പാകിസ്ഥാൻ ഈ സംഭവം നടന്ന് വലിയ അടി മുഖത്തേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ വാർത്താവിതരണ മന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന പ്രതികരണങ്ങൾ എന്നുള്ളത് അത്തരത്തിലുള്ള വ്യാജ അവകാശവാദങ്ങളാണ്, അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങളാണ്. CNN നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, അതിൽ 2 റഫാൽ വിമാനങ്ങൾ അടക്കമുള്ളവ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ളതായിരുന്നു. കൂടാതെ ഇന്ത്യൻ സൈനികരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്ന കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ പിന്നീട് അതിന് തെളിവുകൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാന്റെ ഈ ഒരു പ്രൊപ്പഗണ്ട, ഈ ഒരു കള്ളപ്രചരണം ചൈന അത് മുഴുവനായും ഏറ്റെടുത്ത് ചൈനയുടെ സർക്കാരിന്റെ ഔദ്യോഗിക പത്രമായ ഗ്ലോബൽ ടൈംസും ഇക്കാര്യങ്ങളാണ് വെബ്സൈറ്റിലൂടെ പ്രചരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്ന കള്ളം മുഴുവൻ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്ന നടപടി ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത്, ഗ്ലോബൽ ടൈംസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. യാതൊരു സ്ഥിരീകരണവുമില്ലാത്ത നടപടിയാണ്. ആദ്യഘട്ടത്തിൽ 1 റഫാൽ വിമാനമെന്നും പിന്നീട് 2 റഫാൽ അടക്കം 5 വിമാനങ്ങൾ എന്നുമാണ് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആക്ഷനിൽ പങ്കെടുത്ത, ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മുഴുവൻ വിമാനങ്ങളും പൈലറ്റുമാരും സുരക്ഷിതരായി തന്നെ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം, സൈന്യം നൽകുന്ന സ്ഥിരീകരണം എന്നുള്ളത്. എന്നാൽ പാകിസ്ഥാൻ അപ്പോഴും വ്യാജം തുടരുകയാണ്, ആ പ്രചരണം തുടരുകയാണ്. പിന്നീട് വരുന്ന വിശദീകരണങ്ങൾക്കോ തെളിവുകളോ ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന പതിവ് ശൈലി സ്വീകരിക്കുന്നു. നേരത്തെ 2 ആക്രമണങ്ങൾ, ഓപ്പറേഷനുകൾ പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ, മിന്നലാക്രമണവും ബലാക്കോട്ടിലെ വ്യോമാക്രമണവും നടത്തിയപ്പോൾ അത് ഒന്നും തന്നെ നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവകാശപ്പെട്ട പാകിസ്ഥാന് ഇത്തവണ എന്നാൽ അത്തരത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രീതിയിൽ ലോകത്തിന് മുന്നിൽ അതിന്റെ തെളിവുകൾ നിരത്തിയിരിക്കുന്നു. പരിക്കേറ്റ ഭീകരർ അടക്കം, അല്ലെങ്കിൽ മരിച്ച മൃതദേഹങ്ങളുടെ അടക്കം ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ചില മേഖലകൾ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആവുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് പാകിസ്ഥാന് നിഷേധിക്കാൻ കഴിയാത്ത തെളിവായി ലോകത്തിന് മുന്നിലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വ്യാജ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അതേസമയം പാകിസ്ഥാന്റെ JF-17 വിമാനം ഈ പുൽവാമയിലെ പാംപോറിൽ ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത. അത് ആ വിമാനം ഏതാണ് എന്നുള്ളത് മാത്രമാണ് സ്ഥിരീകരിക്കാനുള്ളത്. ഒരു വിമാനം തകർന്നു വീണിരിക്കുന്നു, അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഔപചാരികമായി ഈ വിമാനം ഏത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് സൈന്യമാണ്. പാംപോറിലാണ് ബൽറാം നിൽക്കുന്നത്. അത് വളരെ തന്ത്രപ്രധാന കേന്ദ്രമാണ്, സെൻസിറ്റീവായ പ്രദേശവുമാണ്. അവിടെ സേനകളുടെ വലിയ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ ഒരു സാധാരണ ദിവസം എന്ന മട്ടിൽ തന്നെ ആ തെരുവിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശീലമായ ജനങ്ങളായിരിക്കാം, ഈ നിരന്തരമായ അതിർത്തി സംഘർഷങ്ങളും വെടിവെപ്പും ഒക്കെ ശീലമായ ആളുകളായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ ആശങ്കയൊന്നുമില്ലാതെ ഒരു സാധാരണ ബുധനാഴ്ച എന്ന മട്ടിൽ അവരൊക്കെ തെരുവിലുണ്ട് അല്ലേ? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പുൽവാമ നമുക്കറിയാം. അതിൽ ഈ ഒരു മേഖല എന്നുള്ളത് വലിയ തോതിൽ പ്രാദേശിക ഭീകരവാദ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. പോലീസ് പോലും നമുക്ക് മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഈ പല തവണ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലും ഒരിക്കൽ പോലും യൂണിഫോമിൽ പോലീസുകാരെ കാണാത്ത, റോഡ് സൈഡിൽ കാണാത്ത ഒരു സ്ഥലമാണ് ഈ പുൽവാമ എന്നുള്ളത്. അത് രാത്രിയായാലും പകലായാലും ട്രാഫിക് കൺട്രോളിന് ഉൾപ്പെടെ യൂണിഫോമിൽ പോലീസ് ഇവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അത്തരം ഒരു പ്രദേശമാണ്. ഇവിടെ സാധാരണ നിലയിൽ എന്നതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലെല്ലാം തന്നെ ജനങ്ങൾ പുറത്തിറങ്ങുന്നതിന് അല്പം മടി ഇന്ന് കാണുന്നുണ്ട്. അധികം ആൾത്തിരക്ക് കാണാനില്ല. എന്നാൽ ഇവിടെ ഈ വിമാനം തകർന്നു വീണ ഒരു പശ്ചാത്തലത്തിൽ അത് കാണാനായി എത്തിയ ആളുകൾ കൂടിയായിരിക്കാം. അത്യാവശ്യം ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ചുറ്റുപാടും എല്ലാം തന്നെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും.